നിന്നെ പ്രതീക്ഷിച്ചിരുന്ന പെരുവഴിയിലായി പോകുന്ന എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ എന്റെ വഴി നോക്കി. അതെന്റെ വയറ്റ് തടിച്ചിട്ട് വേണമായിരുന്നു. സത്യം പുറത്തു വന്ന എന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്നവനാണല്ലോ നീ. നീ എങ്ങനെയെങ്കിലും തടി രക്ഷിച്ചെടുക്കുമെന്ന് എനിക്കറിയാം. കഷ്ടമുണ്ടമ്മേ. ഒരിക്കലും അമ്മ ഇങ്ങനെ ചെയ്തതായിരുന്നു, അതും എന്നോട്. നിന്നോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ താമസിക്കാൻ എനിക്കൊരു സ്ഥലം ഏർപ്പാടാക്കി തരാൻ. നീ ചെയ്തോ? എടാ, ഞാനൊരു സ്ത്രീയല്ലേ, എനിക്കെന്റെ സുരക്ഷിതത്വം നോക്കണ്ടേ? കണ്ടവന്റെ മുതല് കട്ടിട്ടാന്നോ സ്വന്തം ഭാവി നോക്കുന്നത്? അതെ, നിന്റെ ഗിരിപ്രഭാഷണം ഒന്നും എന്റെ അടുത്ത് വേണ്ട. നീയും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. ഒരു കാരണവശാലും ഈ രഹസ്യം പുറത്തു വരരുത്. നന്നായി എനിക്കൊന്നുമില്ല. ആ വീട്ടിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് നീയായിരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ പ്രശ്നം അവസാനിപ്പിക്കാൻ നോക്ക്. ശ്രമിക്കാം. പറ്റുമെന്നറിയില്ല. ഇതിനെ ചൊല്ലി എനിക്ക് എന്തെങ്കിലും പറ്റിയ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എവിടെ ചെന്ന് ഒളിച്ചാലും തേടി വന്ന് ഞാൻ ശിക്ഷിക്കും. അതുറപ്പാ. ഇതെന്താ അമ്മേ പതിവില്ലാത്തൊരു പ്രാർത്ഥന? ഈ ഒരു പതിവ് ഈ നേരത്തെ ഇല്ലാതിരുന്നാണല്ലോ. ഇത് അവക്ക് വേണ്ടിയാ, ചന്ദ്രയ്ക്ക് വേണ്ടി. ഇന്ന് അവളുടെ ഓഫീസ് ഉദ്ഘാടനമല്ലേ, അവക്ക് നല്ലത് വരാൻ വേണ്ടിയാ ഞാനിത് ചെയ്തത്. ഓഹോ, എന്താ സ്നേഹം! എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. സ്വന്തം ഭർത്താവ് തളർന്നിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായല്ലോ. അദ്ദേഹത്തിന് വേണ്ടി ഒരിക്കൽ പോലും ഇതുപോലൊരു പ്രാർത്ഥന അമ്മ നടത്തിയിട്ടില്ല. അപ്പോഴാ എവിടെയോ കിടക്കുന്ന ചന്ദ്രയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന. പുച്ഛം അമ്മയെ തോന്നുന്ന പുച്ഛം. ഈ ഭർത്താവെന്ന് പറയുന്ന ആള് എന്നെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് നിന്റെ പേരിൽ എഴുതി തരുമായിരുന്നോ? സത്യത്തില് അങ്ങേരെ തിരിഞ്ഞു പോലും നോക്കാൻ പാടില്ലാത്തതാ. എന്നിട്ടും ഇത്രയെങ്കിലും ഞാൻ ചെയ്യുന്നില്ലേ? അത് തന്നെ വലിയ കാര്യമെന്ന് കരുതിയാ മതി. ചന്ദ്രയുടെ ഓഫീസ് നന്നായിട്ട് പോകുന്നാണ് അമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്താ സംശയം? അത് വൻ വിജയമായിരിക്കും. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയാം. സിദ്ധു മാത്രമാണല്ലോ നിന്റെ കണ്ണിലെ ദൈവം. എന്നാ കേട്ടോ, ഈ വിളക്ക് വെറുതെ ആവുന്ന ലക്ഷണ കാണുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ഓഫീസ് പൂട്ടേണ്ടി വരും. നീ പൂട്ടിക്കുമായിരിക്കും. ഒന്ന് പോടി. ചന്ദ്രൻ മിടിക്കുക. പോരാത്തതിന് വിഷ്ണുവും കൂടെയുണ്ട്. വിഷ്ണു ഗംഭീര കക്ഷിയല്ലേ? എന്താ, നിനക്ക് ബോധിച്ചില്ലേ? അയ്യോ, ബോധിച്ചേ. ഇന്നൊരുച്ച കഴിയുമ്പോ ആ ബോധം കുറച്ചുകൂടി അങ്ങ് വലുതാവും. ഉറയ്ക്കും. എന്നിട്ട് മാനം തൊടും. എന്താടി, വല്ലതും ഒപ്പിച്ചിട്ടുണ്ടോ? ഞാനോ? ഞാനൊക്കെ എന്ത്? അവരൊക്കെ അല്ലേ വലിയ വലിയ ആളുകള്. നമ്മള് പാവം. അവര് സാറുമാരും മാഡോ. നമുക്ക് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. നിത്യയും ശരത്തുമായിട്ടുള്ള കല്യാണം മുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞു, അത് നടന്നു. അതുപോലെ തന്നെ ഞാനിപ്പൊ പറയാ, ഉദ്ഘാടന ദിവസം തന്നെ ആ ഓഫീസ് പൂട്ടേണ്ടി വരും. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഹലോ, പ്രഭാവതി അമ്മയല്ലേ? അതെ. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമല്ലോ. ഇതാരാ?
അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയുന്നതല്ലേ നല്ലത്. ബീച്ച് റോഡിൽ വന്നാൽ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. ആരാ എന്താണെന്നറിയതെ ഞാൻ എന്തിനു വരണം? വിശ്വസിക്കാൻ ചില സൂചനകൾ തരാം. നിങ്ങളുടെ മൂത്ത മകന്റെ മരണം അസ്വാഭാവിക മരണമായിരുന്നു. ആ മരണത്തിൽ നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ മകൻ ശരത്തിനെ സംശയിക്കുന്നു. ശരിയല്ലേ? അത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച റിട്ടയർഡ് DOSP നടേശൻ, SI റൂബി, ഇവര് രണ്ടുപേരും മരിക്കാൻ കാരണം ശരത്ത് തന്നെയാണെന്ന് സംശയിക്കുന്നുണ്ട്. നിങ്ങൾ ആരുന്നല്ല, ഞാൻ ആരായിരിക്കുമെന്ന് ഊഹിക്കാലോ അല്ലേ? സാറ് പോലീസാണോ? അതുക്കും മേലെ. കാണണം ഇന്ന് തന്നെ. വരാതിരുന്ന നിങ്ങളുള്ള സ്ഥലത്തേക്ക് ഞാൻ വരും. അത് നിങ്ങൾക്കൊരിക്കലും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് വരുത്തരുത്. ഇല്ല സർ, ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ഞാൻ വിളിച്ച വിവരം പരമരഹസ്യമായിരിക്കണം. മറ്റാരെങ്കിലും ഇത് അറിഞ്ഞ ഇല്ല, നിങ്ങളിത് ആരോടും പറയില്ല. പറഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്ത് നിങ്ങൾക്കറിയാം. അപ്പോ കൃത്യം 3 മണി. സ്ഥലം അറിയാലോ അല്ലേ? അറിയാം സർ. ഏതാ? ബീച്ച് റോഡ്. ആ, അതാണ്. Roccia di